ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ എൻ്റെ വിഷയം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് സമൂഹത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ ഒരുപാട് വർഷത്തോളം കാത്തിരുന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയ ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലേ. എങ്കിലും ഒരുപാട് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നതും കണ്ണീരോടുകൂടി കാത്തിരിക്കുന്നതും സമൂഹത്തിൻ്റെയും ബന്ധുക്കളുടെയും വീട്ടുകാരുടെയൊക്കെ ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ട് മുന്നോട്ട് പോകുന്ന ഒത്തിരി അമ്മമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ ടോക്ക്. എൻ്റെ ഒരു കുഞ്ഞു അനുഭവത്തിലൂടെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എനിക്ക് മക്കളുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഞാൻ. കാരണം വളരെയേറെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളൊരു കുട്ടിയാണ്. നമുക്കറിയാം, ഇന്ന് മെയിനായിട്ട് കോമൺ ആയിട്ട് സ്ത്രീകളിൽ കാണുന്നൊരു പ്രശ്നമാണ് തൈറോയിഡും PCOD ഒക്കെ അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളം ആയതേ ഉള്ളൂ. എങ്കിൽ പോലും അതിനുള്ളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും മറച്ചു വെക്കുന്ന ആളല്ല. കാരണം നമുക്ക് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും ആരെന്ത് ചോദിച്ചാലും നമുക്കത് ഓപ്പണായിട്ട് തുറന്നു പറയാനായിട്ട് പറ്റണം. അത് നമ്മുടെ ധൈര്യമാണ് കേട്ടോ. നമ്മളൊന്നും മറച്ചു പിടിച്ചിട്ടൊന്നും നമ്മൾക്ക് നേടാനോ കിട്ടാനോ ഇല്ല. അപ്പോൾ എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ചോദ്യം വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൻ്റെ വേദന ഞാൻ ഓർക്കുന്നത്, എന്നെപ്പോലെ ഒരുപാട് ദൈവമക്കൾ, ഞാൻ അന്നേരം ഓർക്കുകയാണ്, ഞാൻ ഇത്ര വർഷമല്ലേ ആയുള്ളൂ, ഇതിനേക്കാൾ ഏറെ എത്രയോ അമ്മമാർ അപ്പന്മാർ മക്കളില്ലാതെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഓർത്ത് ദുഃഖിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കർത്താവ് ഒരു കാര്യം തരും. അത് നമ്മുടെ പരിശുദ്ധ അമ്മയാണ് കേട്ടോ. കാരണം പരിശുദ്ധ അമ്മ കന്യകയായിരുന്നു. അമ്മയുടെ അടുത്തേക്ക് ദൂതനെ നമ്മുടെ ഗബ്രിയേൽ മാലാഖ വന്നിട്ട്, നീ ഗർഭിണിയാവുമെന്നും ദൈവപുത്രനെ പ്രസവിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്കറിയാം. ആ സമയത്ത് ഗബ്രിയേൽ മാലാഖയോട് അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ടവർ, ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകും. എന്നിട്ട് പറഞ്ഞു, നിന്റെ ചർച്ചക്കാരി എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. വന്ധ്യയായ എലിസബത്ത് ഗർഭിണിയായി, സാറ ഗർഭിണിയായി. അപ്പം നമുക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് ദൈവം തരികയാണ് ഇതൊക്കെ. ഈ വചനങ്ങൾ തന്നപ്പോൾ ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. എൻ്റെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് നടക്കാൻ പറ്റില്ല എന്ന്, ഇത് നിനക്ക് കിട്ടില്ല എന്ന് കരുതി സമൂഹം നമ്മളെ തള്ളി പറഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും ഒക്കെ നമുക്കൊരു സമയമുണ്ട്. എന്തിനും ഏതിനും നടക്കാനൊരു സമയമുണ്ട്. ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മമാരെ അപ്പന്മാരെ, നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് കാത്തിരിക്കുക. ആ സമയമാണ്.